വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് അമ്പലത്തിലേക്കാണ്. ആദ്യം അമ്മേൻ്റെ അടുത്ത് പോയി ഒരു ഉള്ളിവടിയൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് പുട്ടിയൊക്കെ ഇട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിൽ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഏച്ചിയും ഏട്ടനും കുട്ടിയും ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പ്രദക്ഷിണം ചെയ്ത് കുറേ നേരം അവിടെ ഇരുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പോയിരിക്കുന്നത് പെരളിശ്ശേരി അമ്പലത്തിലാണ്. ചെറുപ്പം മുതലേ നമ്മളെല്ലാവരും ഈ അമ്പലത്തിൽ പോക്കുണ്ട്, എപ്പോഴും പോക്കുണ്ടായിരുന്നു. ഇപ്പം വല്ലപ്പോഴുമായി കുറഞ്ഞത് 10 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. അപ്പോൾ എല്ലാ 10 ദിവസവും ഞാൻ പോകുന്നത് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് ആനേനെ കിട്ടുക. അപ്പോൾ ഈ സൈഡിലൊക്കെ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ ആനേനെ നോക്കി നിൽക്കും. പിന്നെ ഈ ആൽമരത്തിൻ്റെ താഴെ എപ്പോഴും ഒരുപാട് ചപ്പ് വീണിട്ടുണ്ടാകും കേട്ടോ, ഇലകൾ, നമ്മൾ ചപ്പ് എന്നാ പറയുക. അപ്പോൾ ആദ്യം ആരോ ഒരു ഇലയിൽ ഇങ്ങനെ കുറച്ച് കല്ലെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ എല്ലാ ആളുകളും ഒരു ഇലയെടുത്തിട്ട് അതിൽ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അത്രയും എണ്ണം കല്ലുകൾ എടുത്തിട്ട് വെക്കുന്നതാണ് ഒരു രീതി. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഞാനും ആ വഴി പോകുമ്പോൾ ഞാനിങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ഇലയെടുത്ത് അതിൽ കുറച്ച് കല്ലുകളൊക്കെ എടുത്തിട്ട് ആടെ വെച്ചിട്ടുണ്ടേനു. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഏച്ചി ഏട്ടനും കുട്ടിയൊക്കെ വന്ന് പിന്നെ നമ്മൾ 4 ആളും കൂടിയിട്ട് വീണ്ടും പ്രദക്ഷിണം ചെയ്ത് എന്നിട്ട് പ്രസാദം വാങ്ങി. ഇതാ ചന്ദനം എനിക്ക് കിട്ടി കേട്ടോ, അയ്യപ്പൻ്റെ അടുത്താണ് ചന്ദനം കിട്ടുക. അപ്പോൾ അവിടെ ചന്ദനം കിട്ടിയിട്ട് വീണ്ടും നമ്മൾ പ്രദക്ഷിണം ചെയ്യാമെന്ന്. എൻ്റെ ഈ ഏച്ചിൻ്റെ കല്യാണം കഴിഞ്ഞത്, രണ്ടാമത്തെ ഏച്ചിൻ്റെ കല്യാണം കഴിഞ്ഞത് ഈ പെരളശ്ശേരി അമ്പലത്തിൽ വെച്ചിട്ടേനോ. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞ എന്നാൽ പിന്നെ അന്ന് എടുത്ത പോലത്തെ കല്യാണ ഫോട്ടോ നമുക്ക് ഒന്നുകൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഒരു സൈഡിലായിട്ടാണ് ഉണ്ടായിന് അവരെ ഫോട്ടോ ഒക്കെ അധികം എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് പിന്നെ നമുക്ക് പായസം കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ നേരെ പായസം കഴിക്കാനായിട്ട് ആ കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോയി. നല്ല ചൂടുള്ള പായസമായിരുന്നു, അടിപൊളിയായിരുന്നു. ചൂട് പായസം, നല്ല തണുത്ത വെള്ളം, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. എന്നിട്ട് പിന്നെ പായസം കഴിച്ചു. നല്ല ചൂടായതുകൊണ്ട് അധികമൊന്നും കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ആടുന്ന് എഴുന്നേറ്റ് നമ്മൾ ആടുന്ന് ഇറങ്ങാൻ വേണ്ടി ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് അമ്പലത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു തെയ്യത്തിൻ്റെ ഒരു രൂപത്തിലുള്ള ഒരാൾ നിൽക്കലുണ്ട് കേട്ടോ. എന്താണെന്ന് കറക്റ്റ് എനിക്ക് പേരറിയില്ല. അപ്പോൾ അവരിങ്ങൾക്ക് പൈസ കൊടുത്ത് അവരിങ്ങനെ നമ്മളെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ആൾ കുറവായോണ്ടോന്നറിയില്ല, ഇന്ന് അവരുണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ ഈ അമ്പലക്കുളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ട് ഞാൻ ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ട സമയത്തൊക്കെ ചെറുതിൽ കേട്ടോ ഈടെ വന്നിട്ട് കുളിക്കലൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ 5 മണിക്കും 4:30 5 മണി ആ ഒരു സമയത്ത്. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ഞാനും ധ്യാനം കൂടി ഓടി അമ്പലക്കുളത്തിലേക്ക് പോയി. അവിടെ ഒരുപാട് മീനുണ്ട്. കാലെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മീനാ വരുമോ എന്നറിയാം, നല്ല രസമാണ്. നല്ല ചൂടും കൂടിയായിരുന്നു. അപ്പം എങ്ങനെയല്ലോ ഓടി ഓടി നമ്മൾ അമ്പലത്തിൻ്റെ ആ കുളത്തിലെത്തി. പിന്നെ കാല് വെച്ച് കുറേ നേരം ഇരുന്ന് എന്ത് രസമാണെന്നറിയോ. എല്ലാ ആളുകളും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാല് വെച്ച് കൊടുക്കും കേട്ടോ. ഇപ്പം ഈ സമയമായിട്ട് ആളുകളൊക്കെ കുറഞ്ഞ്. അപ്പം ഞാൻ കുറേ നേരം ഇരുന്നിട്ട് എത്രയോ മീൻ എന്നറിയോ, കുഞ്ഞു മീനുണ്ട്, കുറേ വലിയ മീനുണ്ട്. അതിങ്ങനെ വന്നിട്ട് കാലിൻ്റെ അടുത്ത് ഇങ്ങനെ കടിക്കുന്നത് പോലെ തോന്നും കേട്ടോ. പക്ഷേ നല്ലൊരു അടിപൊളി ഫിഷ് മസാജൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇടുന്ന് കിട്ടും. നമ്മൾ ആദ്യമൊന്നും വരുമ്പോൾ ഇങ്ങനെ ഇവിടെ മീനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം മുന്നേ ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് ഒരുപാട് മീനുണ്ട്. എത്രയാ മീനെന്നറിയാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. കുഞ്ഞു കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കയറിപ്പോയില്ല. അവരിങ്ങനെ എടുക്കുന്ന സമയത്ത് അവർ ഭയങ്കര കരച്ചിലായിരിക്കും. അത്രയ്ക്ക് ഇഷ്ടം. ഇപ്പോൾ കുട്ടിക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ കുറേ നേരം ഇരുന്ന് എന്നെ ഒരുപാട് സമയമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പോയിട്ടേ ഇല്ല. നല്ല അടിപൊളി രസമാണ്. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിവിടെ വന്നത്. വല്ലപ്പോഴും മാത്രമേ ഇപ്പോൾ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ കുറേ സമയം ഇരിക്കും. പിന്നെ ആ ചൂടിന്ന് എഴുന്നേറ്റ് നേരെ മേലേക്ക് പോയി. മേലേക്ക് എത്ര വലിയൊരു ടാസ്ക് ആയിരുന്നു. പൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പൊള്ളലായിരുന്നു. ഓടി ഓടി എങ്ങനെയോ നേരെ മേലെ എത്തി. പിന്നെ ധ്യാനിന് കുറച്ച് എന്തൊക്കെയോ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കും എന്തെങ്കിലുമോ വാങ്ങാനുണ്ടായിരുന്നു, ഫോട്ടോയും അങ്ങനത്തെയൊക്കെ. പിന്നെ ഇതാണ് പെരളശ്ശേരി അമ്പലം. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മിക്ക ആളുകളും വരുന്ന സ്ഥലമായിരിക്കും. നാഗത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആടെ നിന്ന് ഇറങ്ങി ഇനി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം. 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി ഇനി നേരെ അമ്മേൻ്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ അമ്മ ഉണ്ടാക്കി അടിപൊളി സദ്യയെല്ലാം കഴിച്ചിട്ട് കുറേ നേരം വിശ്രമിച്ച് അത് കഴിഞ്ഞിട്ട് എൻ്റെ വാച്ചിൻ്റെ ഒന്ന് സൈസ് കുറക്കാനുണ്ടായിരുന്നു. നേരെ പിന്നെ സൈസ് കുറക്കാൻ പോയി. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇതിലൂടെയൊക്കെയാണ് ഞാനും എൻ്റെ ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോയത്, പെരളശ്ശേരി സ്കൂളിൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാളും തിരിച്ച് വന്ന്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ, എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ. ലവ് യു.